ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫെയർസ് വിത്ത് അൽക്ക. ജൂൺ 2 ഡെയിലി കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫെയർസ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫെയർസ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. അഗസ്ത്യമല. പരിസ്ഥിതിലോലമായ അഗസ്ത്യമലയിലുള്ള കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും സമയബന്ധിതമായി നീക്കം ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. പ്രധാന നിർദ്ദേശങ്ങൾ: കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ, അഗസ്ത്യമേഖലയിലെ അനധികൃതമായ റിസോർട്ടുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ പൊളിച്ചു നീക്കുക. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി: വനഭൂമി കയ്യേറാൻ സഹായിച്ചതോ അല്ലെങ്കിൽ അനുമതി നൽകിയതോ ആയ വിരമിച്ച അഥവാ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ അച്ചടക്ക ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശമുണ്ട്. പരിസ്ഥിതി പുനരുദ്ധാരണം: ഒഴിപ്പിച്ച വനഭൂമി പഴയ രീതിയിലേക്ക് മാറ്റാനുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകണം. അധികൃതരുടെ നിരീക്ഷണം: കേന്ദ്ര ഉന്നതാധികാര സമിതിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ നിരീക്ഷണവും ഉണ്ടാകും. എർത്ത് പ്രൈസ് 2026. 13-നും 19-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാർക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി മത്സരമാണ് ദ എർത്ത് പ്രൈസ്. പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ആദരിക്കാനാണ് ഈ അവാർഡ് നൽകുന്നത്. 2026 ആഗോള വിജയികളായി ഇന്ത്യയിൽ നിന്നുള്ള 16-കാരായ അവ്യാന മേത്ത, അരിയാന അഗർവാൾ, വിവാൻ ചൗചാരിയ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ടീമാണിത്. പ്ലാസ് സ്റ്റിക് എന്ന പേരിൽ വലിച്ചെറിയപ്പെടുന്ന വാളൻപുളിയുടെ കുരുക്കൾ ഉപയോഗിച്ച് വെള്ളത്തിലെ മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ സാധിക്കുന്ന കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ലഡാക്ക് കോമൺ ഫെസിലിറ്റി സെന്റർ. ലഡാക്കിലെ ഗ്രാമീണ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക കരകൗശല വിദഗ്ധരെ ശാക്തീകരിക്കുന്നതിനുമായി 2026 ജൂൺ 2 ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന 15 കോമൺ ഫെസിലിറ്റി സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തു. സ്ഥലങ്ങൾ: സ്കുർബുചാൻ, വാൻല, സാസ്പോൾ, ചുച്ചോട്ട്, ഖാരു, അൻലെ, കോയുൽ, കോർസോക്ക് തുടങ്ങിയ വിവിധ ഗ്രാമങ്ങളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. CFCകൾ പ്രാദേശിക സംരംഭകത്വം, നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങൾക്ക് അവരുടെ ഗ്രാമങ്ങളിൽ പുതിയ ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പ്രോജക്റ്റ് ശിഖർ. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ മീഷോയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ശിഖർ. ലക്ഷ്യം: ഉയർന്ന വളർച്ച കൈവരിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും ഓൺലൈൻ വിൽപ്പനക്കാരെയും ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുക. പ്രത്യേകതകൾ: IPO തയ്യാറെടുപ്പ്, ബിസിനസ്സുകളെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റുന്നതിനുള്ള ഘട്ടങ്ങൾ, സാമ്പത്തിക സുതാര്യത, ചട്ടങ്ങൾ പാലിക്കൽ എന്നിവയിൽ പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്നു. മൂലധന ലഭ്യത: വളർന്നുവരുന്ന ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താനും വളർച്ചാ മൂലധനം സമാഹരിക്കാനും ഇത് സഹായിക്കും. ബിസിനസ് ഘടന: വ്യക്തിഗത ബിസിനസ്സുകളെ കോർപ്പറേറ്റ് ഘടനയിലേക്ക് മാറ്റുന്നതിനും ബിസിനസ് ഭരണം മെച്ചപ്പെടുത്തുന്നതിനും ഈ സംരംഭം വഴിയൊരുക്കുന്നു. ബ്രിക്സ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ മീറ്റിംഗ്. ബ്രിക്സ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2ാം യോഗം ഒഡീഷയിലെ പുരിയിൽ നടന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനും അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്താനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുമാണ് യോഗം ചേർന്നത്. പ്രധാന ലക്ഷ്യം: ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 പോയിന്റ് അജണ്ട ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക. അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയ ഒഡീഷയുടെ സീറോ കാഷ്വൽറ്റി ദുരന്ത നിവാരണ മാതൃക യോഗത്തിൽ അവതരിപ്പിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 11 രാജ്യങ്ങളിലെ പ്രതിനിധികളും ദുരന്ത നിവാരണ വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു. ചീഫ് ഓഫ് സെൻട്രൽ എയർ കമാൻഡ്. സെൻട്രൽ എയർ കമാൻഡിന്റെ പുതിയ മേധാവിയായി എയർ മാർഷൽ തരുൺ ചൗധരി 2026 ജൂൺ 1 ചുമതലയേറ്റു. പദവിയുടെ പേര് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ്, സെൻട്രൽ എയർ കമാൻഡ്. ഇദ്ദേഹം മുൻപ് സതേൺ എയർ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സീനിയർ എയർ സ്റ്റാഫ് ഓഫീസറായിരുന്നു. മുൻ മേധാവി എയർ മാർഷൽ ബാലകൃഷ്ണൻ മണികണ്ഠൻ. PM സൂര്യഘർ എക്സലൻസ് അവാർഡ്. 2026 മെയ്യിലെ സോളാർ മാസ ക്യാമ്പയിനിലെ പ്രകടനത്തിന് 2026 ജൂൺ 2 PM സൂര്യഘർ എക്സലൻസ് അവാർഡ് ഒഡീഷയ്ക്ക് ലഭിച്ചു. ഏറ്റവും കൂടുതൽ സോളാർ അപേക്ഷകൾ, സോളാർ ഇൻസ്റ്റലേഷനുകൾ, ഏറ്റവും കൂടുതൽ ഡിസ്കോം പരിശോധനകൾ എന്നീ 3 വിഭാഗങ്ങളിലും ഒഡീഷ ഒന്നാമതെത്തി. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ത്യയിലെ മേൽക്കൂര സൗരോർജ്ജ ഉൽപ്പാദനത്തിനായുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഡിസ്കോം എന്നാൽ വിതരണ കമ്പനി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഇന്ത്യയിലെ വൈദ്യുതി വിതരണ യൂട്ടിലിറ്റികളെയാണ് സൂചിപ്പിക്കുന്നത്. രുദ്ര M2 മിസൈൽ. DRDOയും IAFും ചേർന്ന് വികസിപ്പിച്ച വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ആക്രമണം നടത്തുന്നതിനുള്ള ഒരു സോളിഡ് പ്രൊപ്പൽഡ് എയർ ലോഞ്ച്ഡ് മിസൈൽ സംവിധാനമാണ് രുദ്ര M2 മിസൈൽ. 2026 ജൂൺ 2
രുദ്ര M2 എയർ ടു സർഫസ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തി. Su-30 MKI യുദ്ധവിമാനത്തിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത്. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഇരട്ട സീറ്റുകളുള്ള ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് Su-30 MKI. Thanks for watching.